ഹലോ ഗൈസ്, എൻ്റെ ഈ പ്രാവശ്യത്തെ പെസഹ കാഞ്ഞിരപ്പള്ളിയിലായിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. അതുകൊണ്ട് വെൽക്കം ടു ദ സെക്കൻഡ് ഡേ ഓഫ് മൈ കാഞ്ഞിരപ്പള്ളി വ്ളോഗ്. ഫസ്റ്റ് ഡേ വ്ളോഗ് ഇട്ടിട്ടില്ല എന്നറിയാം, പുറകെ വരും. എന്തായാലും രാവിലെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും ഉച്ചയ്ക്കാണ് ഒരു മൂഡ് വന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ നല്ല പുളിശ്ശേരിയും മാങ്ങച്ചാറും എൻ്റെ പൊന്നോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഈ പറയുന്ന അപ്പുക്കുട്ടനില്ലേ, ഈ കാണുന്ന അപ്പുക്കുട്ടൻ, ആളുടെ മെയിൻ ആയിട്ടാണ് പുളിശ്ശേരി. അങ്ങനെ പുളിശ്ശേരിയും ഈ പൊട്ടറ്റോ അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ പൊട്ടറ്റോയും അതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പെസഹ അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടി ആ സൈഡിലൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. അവിടെ മീൻ വറുത്തതും മുട്ട വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാ ചെയ്യാനാ, നമുക്കത് പറ്റില്ലല്ലോ. ദേ എന്നെ ഒക്കെ കയറി വന്നേക്കാണ്. കാഞ്ഞിരപ്പള്ളിയുടെ ഒരു ഇതായിരിക്കും. അങ്ങനെ എന്തായിക്കോട്ടെ, നമ്മൾ പെസഹ അപ്പം റെഡിയാക്കാനുള്ള ആ ഒരു സൈഡിലേക്ക് ചെന്നു. എന്താ പറയുക, ഫുള്ള് സപ്പോർട്ടായിരുന്നു. അമ്മാമ്മ ആയിക്കോട്ടെ, നമ്മുടെ സരസ്വതി ആയിക്കോട്ടെ, എല്ലാവരും, എൻ്റെ ദേവി ആയിക്കോട്ടെ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറയണ പോലെ നമ്മുടെ ദേവിയുടെ ചേട്ടൻ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പടമൊന്നുമല്ല, ഇത് ഇറങ്ങിയിട്ടും കൂടി ഇല്ലയെന്നറിയാം. പക്ഷേ നമ്മൾ കാണാൻ പോയത് ഏതാണെന്നറിയോ? ഇത് തന്നെ, വാഴ 2. അപ്പുക്കുട്ടൻ ഇപ്പോഴേ വാ വിളിച്ചിട്ടോ. അങ്ങനെ വാഴ 2 കാണാൻ പോയ ഒരു ഡേ ആയിരുന്നു. സത്യം പറയട്ടെ, ഹോണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്തോ, ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. എന്തായാലും ഒരിക്കൽ കൂടി കാണാനായിട്ടും തോന്നും. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വേഗം വന്നു കേട്ടോ. കാരണം സമയം ഒരിച്ചിരി ലേറ്റ് ആയിരുന്നു. അങ്ങനെ വേഗം വന്ന് നമുക്ക് കുറുക്കുണ്ടാക്കണം. നമ്മുടെ അപ്പം മാത്രമേ ഉണ്ടാക്കിയായിരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കുറച്ച് ക്ലിപ്പ് എടുക്കാനും തിരക്കിൻ്റെ ഇടയിൽ മറന്നുപോയി. എന്നാലും നമ്മൾ അപ്പമൊക്കെ ഒന്ന് രണ്ടെണ്ണം സെറ്റാക്കിയിട്ടുള്ളൂ. ബാക്കി ഉണ്ടാക്കാൻ വന്നപ്പോഴേക്കും മാവ് പൊളിച്ചു പോയി. പുളിപ്പില്ലാത്ത പോലെ നമുക്ക് ബാക്കി അങ്ങനെ പുളിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചതുകൊണ്ട് നമ്മൾ 2 അപ്പം വെച്ച് എല്ലാവരും കൂടി അഡ്ജസ്റ്റ് ചെയ്തു. 5 അപ്പം 5000 പേർക്ക് കർത്താവ് കൊടുത്ത പോലെ ഞാൻ ഈ 2 അപ്പം ഇവിടെ ഉള്ള എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ കുറുക്കൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ അപ്പം മുറിക്കാനായിട്ട് ഭയങ്കര തന്ത്രപ്പാടിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് ഞങ്ങളുടെ ടോക്സൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അപ്പുക്കുട്ടനെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നമ്മൾ ടേബിളിൽ സെറ്റൊക്കെ ചെയ്തു. ആൾക്കാർ അവിടെ വേറെ ഫുഡ് കഴിക്കാനുള്ള തിരക്കായിരുന്നു. എൻ്റെ അവിടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ മുറിക്കുന്നത് അതുപോലെ തന്നെ മുറിച്ചോളാനൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ഒപ്പം കൂടി. അങ്ങനെ എല്ലാവരും അപ്പമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കഴിച്ചു. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.